പഞ്ച് ബ്രേക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം പാവയ്ക്ക തീയൽ. ശ്യാമള ടീച്ചറുടെ സ്പെഷ്യൽ പാവയ്ക്ക തീയൽ. ഇതുണ്ടാക്കി കഴിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കയ്പ് പോലും തോന്നത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കിക്കേ. നല്ല ഒരു പാവയ്ക്ക, ഒരു 4-5 തണ്ട് കരിയാപ്പല, ഒരു 20-25 കൊച്ചുള്ളി, നല്ല മുഴുത്ത ഉള്ളിയാണേ, ചെറിയ ഉള്ളി. ഓക്കെ. ഇനി അരപ്പിന് ഒരു 1.5 തേങ്ങ തിരുമിയതും ഒരു 7 ചുമന്നുള്ളി അരിഞ്ഞതും. ചീനിച്ചട്ടി വെച്ച് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ തിരുമിയതും പിന്നെ ആ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് നമുക്ക് മൂപ്പിക്കണം. ഇത് തേങ്ങ നന്നായിട്ട് വറക്കണം. അതിന്റെ പരുവെന്ന് പറയുന്നത് നല്ല ചുമന്ന കളർ. ഇനിയും അതിലേക്ക് വേണ്ടിയ മസാല ഇടാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി, അതേപോലെ പാവയ്ക്ക, അതേപോലെ ഉപ്പ്, പരുവത്തിനിട്ട് നല്ലപോലെ വഴങ്ങണം. ഇത് വഴന്നാലേ ആ കയ്പൊക്കെ മാറും. വഴങ്ങുന്നുണ്ട്. അപ്പം നല്ല വറുത്ത് വെച്ച തേങ്ങ ഇതാ നമ്മൾ മിക്സിയിലേക്ക് അരയ്ക്കാനായിട്ട് ഇടുന്നു. കളർ കണ്ടല്ലോ. ഇനി ഇത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കണ്ടോ, അരപ്പ് കണ്ടോ? ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. വെള്ളമില്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചത്. 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ല പിഴുപുളി പിഴിഞ്ഞ് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കുക. പുളി ഒഴിച്ച് പാത്രം അടച്ച് 15 മിനിറ്റ് വേവട്ടെ. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ തീയൽ പോലല്ല, നമ്മൾ വെള്ളം ചേർക്കത്തില്ല. അതിൻ്റെ അകത്ത് വെള്ളമില്ലാത്ത തീയലാണ്. ഇനി അതൊന്ന് നല്ലതായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. അപ്പം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്, കാണാമല്ലോ. ഇനി നമുക്ക് ഉപ്പിൻ്റെ പരുവം കൂടെ ഒന്ന് നോക്കിക്കോണം. ഇത് നമ്മൾ സാധാരണ തൊട്ട് തീയൽ, ഇതാണ് വാഴയിലക്കകത്ത് വെക്കുന്നത്. കല്യാണങ്ങൾക്കൊക്കെ ഈ തീയലാണ് വാഴയിലയിൽ വിളമ്പുന്നത്. ഓക്കെ. അപ്പോൾ സ്വാദിഷ്ടമായ തീയൽ റെഡി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.